പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ US-ൽ നിന്നുള്ള ലാസ്റ്റ് വ്ളോഗായിരിക്കും. ഇത് വ്ളോഗെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഇങ്ങനെ വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാനത് ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള വ്ളോഗ്സ് ആയിരുന്നു ചെയ്യുന്നത്. പിന്നെ അത് പതുക്കെ ഇങ്ങനെ ഡെയിലി വ്ളോഗ്സിലോട്ട് മാറി. അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എൻ്റെ ഈ ചാനലിനകത്ത് ഇടുന്ന വീഡിയോസിന് കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ പറഞ്ഞാൽ, നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്കൊരു ഗുണമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഹെൽപ്പാകുന്ന വിധത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെലിബ്രിറ്റീസ് അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ലൈഫ് ഇങ്ങനെ കാണിച്ച് അങ്ങനത്തെ വ്ളോഗ്സ് എടുത്തിട്ട് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ അതിനകത്ത് നിന്ന് എന്ത് കിട്ടാനാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഫിറ്റ്നസ്സിനെ പറ്റി ഇടുമ്പോൾ നമ്മുടെ ഏജിലുള്ളവർക്ക് അതിനൊരു മോട്ടിവേഷൻ ഉണ്ടായേക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ള വ്ളോഗ്സ് ഇടണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ ചിലപ്പോൾ ചില തോട്ട്സ് ആയിരിക്കും, അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ചില തോട്ട്സ് ആയിരിക്കും. ചിലർക്ക് കേൾക്കുമ്പോൾ അത് വെയേർഡായിട്ട് തോന്നാം, അല്ലെങ്കിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെ വരാം. പക്ഷെങ്കിൽ എത്രയെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കെങ്കിലും അതൊരു കണക്റ്റ് ചെയ്യുന്നത് പോലെ തോന്നിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റി സംസാരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോരുന്നൊരു തലേദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തിരിച്ച് ഇന്ത്യയിലെത്തി. അപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുക ഇന്ന്. എന്താണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് വാട്ട് മേക്സ് യു ഹൂ യു ആർ, അല്ലേ? അതായത് ഇറ്റ്സ് ഓൾ ദ തിങ്സ് ദാറ്റ് മേക്ക് യു യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം എവറി വൺ എൽസ്, അല്ലേ? അതായത് നമ്മുടെ ഇറ്റ്സ് യുവർ പേഴ്സണാലിറ്റി, യുവർ ബിലീവ്സ്, യുവർ വാല്യൂസ്, യുവർ എക്സ്പീരിയൻസസ് ആൻഡ് എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ. ശരിയല്ലേ? നമ്മൾ എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ വേറൊരു ഇൻഡിവിജ്വലിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. നമ്മൾ നന്നാകാൻ ശ്രമിക്കുന്നു, മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ, അതായത് അവർ നമ്മളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി, നമ്മൾ അത് കണ്ടിട്ട് അവരുടെ നല്ല ക്വാളിറ്റീസ് കണ്ടിട്ട് അത് നമ്മുടെ ലൈഫിലോട്ട് എടുത്തിട്ട് അത് നമ്മളെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേങ്കിൽ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന തിങ്, ദാറ്റ്സ് ഡിഫറെൻറ്റ് തിങ്. അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ? ഞാനിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പം, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് തിങ്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്രാജുവലായിട്ടുള്ള ഇവോൾവ്മെൻറ്റ്, നമ്മുടെ പ്രായം കൊണ്ട് വരുന്ന ഇവോൾവ്മെൻറ്റ്, അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ? നമ്മൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു പ്രഹസനം കാണിക്കുന്നത് പോലെ തോന്നും. ആരും നമ്മളെ വാച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ അതാണ് നമ്മളെ ഒറിജിനലായിട്ടുള്ള നമ്മളല്ലേ? അങ്ങനെ നമുക്ക് എല്ലാവരുടെ മുമ്പിൽ നമ്മളും വേറൊരാൾ, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ വേറൊരാൾ, ആ ഒരു ഡിഫറൻസിൽ നിന്നുള്ള മാറ്റം, ആരും വാച്ച് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള നമ്മൾ എന്താണോ അതായിരിക്കണം നമ്മൾ 24 hours നമ്മൾ എന്ന് പറയുന്ന ഒരാളല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പ്രഹസനം എന്നൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറയാം, അല്ലേ? നമ്മളെന്ന് പറയുന്ന ആൾ നമ്മളല്ല, മറ്റുള്ളവർ മുമ്പിൽ കാണുന്ന ആളല്ല നമ്മൾ വേറെ ആരോ ആണ്. പക്ഷേങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ കഴിവുകൾ പുറത്ത് കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ഗ്രാജ്വലി അത് നമ്മളൊരു പാറ്റേൺ ആയിട്ട് മാറും. പിന്നെ അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇവരെല്ലാം അങ്ങ് ഇംപ്രസ്സായി. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും നമ്മളെപ്പോലെ തന്നെ ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ? അല്ലാതെ നമ്മൾ മാത്രം ബുദ്ധിമാന്മാരും മറ്റു ചുറ്റുമുള്ള ആൾക്കാർ ഫൂൾസുമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫൂളിഷ്നെസ് തന്നെയാണ്, അല്ലേ? നമ്മൾ എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ അതല്ലാതെ നമ്മൾ ബിഹേവ് ചെയ്യുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അറിയാൻ പറ്റും അത്.
പിന്നെ നമുക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഭിപ്രായം പറയേണ്ടടുത്ത് മാത്രം നമ്മൾ അഭിപ്രായം പറയുക, അല്ലേ? എല്ലാത്തിലും നമ്മുടെ ഒരു അഭിപ്രായം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പം നമ്മൾ പറയുന്ന നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കും, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട്. അത് നമ്മളിങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്നിടത്ത് നമ്മളിങ്ങനെ പറയുകയാണ്, അതേപ്പറ്റി ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഫിറ്റ്നസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് ആയിക്കോട്ടെ, അതിനെപ്പറ്റി നമ്മളിങ്ങനെ നമുക്കറിയാവുന്ന ഒക്കെ പറയുമ്പം നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മര്യാദ. അതിനർത്ഥം അവർക്ക് അതേപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല എന്നുള്ളതല്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതൽ നോളജുള്ള ഒരു ആൾക്കാരായിരിക്കും, അതായത് നമ്മൾ പറയുന്ന ടോപ്പിക്കിൽ നമ്മളെക്കാട്ടിലും കൂടുതൽ നോളജുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത്. അവർ സൈലൻ്റ് ആയിട്ടിരുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, അത് അവരുടെ ഒരു ഡീസൻസിയാണ്, അല്ലേ? എന്ന് വെച്ചിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നതുകൊണ്ട് ബാക്കി ആർക്കും ഒന്നും അറിയത്തില്ല, നമുക്ക് മാത്രമാണ് എല്ലാം അറിയാവുന്നത് എന്നുള്ള ഒരു ഫീലിങ്ങിൽ സംസാരിക്കുന്ന ആളുകളെ കൊണ്ട് അതും ഒന്ന് നിർത്തേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഒന്നാമത്തത് ഞാൻ പറഞ്ഞ അഭിപ്രായമാണ്. അഭിപ്രായം നമ്മൾ എല്ലായിടത്തും പറയേണ്ട ഒരാവശ്യവും ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്വൈസാണ്. ചോദിച്ചാൽ മാത്രം കൊടുക്കേണ്ട ഒരു സംഗതിയാണ് അഡ്വൈസ്. ചോദിക്കാതെ നമ്മളിങ്ങനെ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരുന്നത് അത് കേൾക്കുന്നവർക്ക് അത് ആവശ്യമുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫിൽ നിന്ന് ഞാനിങ്ങനെ ചെയ്തു, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് സബ്ജക്റ്റീവാണ്. ഓരോരുത്തരുടെയും ഓരോ ഫാമിലിയിലും അത് ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇത് മാത്രമാണ് ശരി, ഞാനിങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇത് മാത്രമാണ് തെറ്റ്. അങ്ങനെയില്ല. തെറ്റ് ശരി എല്ലാം സബ്ജക്റ്റീവാണ്. ഓരോ ഫാമിലിയിലും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്സ് ആയാലും, അത് സിബ്ലിങ്സ് ആയിക്കോട്ടെ, പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, റിലേറ്റീവ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഓരോ ഫാമിലിയിലും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് എഗെയിൻ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇൻഡിവിജ്വാലിറ്റി. അപ്പോൾ അത് നമ്മുടെ ഒരു പേഴ്സണൽ ട്രെയ്റ്റാണ്, അതായത് നമ്മളാക്കി കാണിക്കുന്ന ഒരു സംഗതിയാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വാട്ട് മേക്സ് ഹൂ യു ആർ. അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുക, ഒരു ഡിഗ്നിറ്റിയോടെ ജീവിക്കുക. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രഹസനം നിർത്തുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള മീൻസ് ചില തിങ്കിങ് ആണ് കേട്ടോ. അതായത് ഒരു കോമൺ സെൻസ് നമുക്കുണ്ടായിരിക്കണം. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. അതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അതൊന്നും മാറ്റർ ചെയ്യത്തില്ല കേട്ടോ. ഒരു ഇൻഡിവിജ്വൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാകുന്നത് അയാളുടെ എഡ്യൂക്കേഷൻ, അയാളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അയാളുടെ പവർ, അതൊന്നും വെച്ചിട്ടല്ല. ഒരു മനുഷ്യനായിട്ട് തന്നെ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അയാളൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആവുന്നത്. അതായത് ഒരു കോമൺ സെൻസോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ വലിയ ഭയങ്കര വിവരമുള്ള ഒരാളായെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇതുപോലുള്ള അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ടാവും. പോകെ നമ്മുടെ ലൈഫ് നമ്മൾ മുമ്പോട്ട് പോകും തോറും, കുറച്ച് പ്രായമാകും തോറും നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ പറഞ്ഞ് അത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അതിൽ ആ ഒരു ടോപ്പിക്കിൽ മാസ്റ്ററായിരിക്കും, അതല്ലെങ്കിൽ അതിൽ ഭയങ്കര നോളജുള്ള ഒരാളായിരിക്കും. നമുക്കറിയാവുന്ന ചെറിയ നോളജുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അഭിപ്രായം പറയേണ്ട ഒരാവശ്യമില്ല, എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. നമ്മൾ സൈലൻ്റ് ആയിരിക്കേണ്ട സമയങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. സൈലൻസിന് ഭയങ്കര പവറുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള ആളെ കേൾക്കാൻ ശ്രമിക്കുക. കൂടുതൽ നമ്മൾ സംസാരിക്കുന്നതിന് പകരം നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അതായത് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയും. ഇങ്ങനെയൊന്നും കേട്ടുകൊണ്ട് ഒരാൾ നമ്മളിൽ ഒരിക്കലും ഇമ്പ്രസ് ആവത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും വാച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആരാണോ അങ്ങനെ ആയിരിക്കണം നമ്മൾ 24 മണിക്കൂറും. അതാണ് നമ്മളെ ഇൻഡിവിജ്വാലിറ്റി. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തുകൊണ്ട് വരേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും ഇമ്പ്രസ് ആവത്തില്ല. എഗെയിൻ ഞാൻ പറയാണ്, എല്ലാവർക്കും ബുദ്ധിയുള്ള ഒരാൾക്കാരാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും
നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ പറയുന്നതും പിന്നെ നമ്മൾ ചെയ്യുന്നതും, അതായത് നമ്മുടെ ആക്ഷൻസും നമ്മുടെ വേർഡ്സും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം അല്ലേ? നമ്മൾ പറയുന്ന ഒന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുമ്പം നമുക്ക് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഏറ്റവും വിവരമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൈലൻസ് അല്ലേ? നമ്മൾ നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സൈലൻ്റ് ആകുക. അപ്പം ഞാനിങ്ങനെ ഇന്നത്തെ ടോപ്പിക്ക് ഇൻഡിവിജ്വാലിറ്റി ആയതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചേഞ്ചാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ്, പോകുന്ന സ്ഥലങ്ങൾ, അതൊക്കെ കാണിക്കുന്ന ഓക്കെയാണ്. പക്ഷേങ്കിൽ നമ്മളുടെ വീഡിയോസിൽ നിന്ന് എന്തെങ്കിലും ഒരു തോട്ട് അല്ലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം തരുന്ന പോലെ ഒരു കാര്യം ആ വീഡിയോയിലുണ്ടായാൽ അത് കുറച്ച് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും വേറൊരു ഇൻഡിവിജ്വലാണ്. മറ്റൊരാൾക്ക് ഇത് കേൾക്കുമ്പം അതെങ്ങനെ തോന്നും, അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഈ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോ കൂടെ ചെയ്യാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ US എക്സ്പീരിയൻസ് ചോദിച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നമ്മൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ സോളോ ട്രാവൽ ചെയ്യുമ്പം നമുക്കത് കുറച്ചും കൂടെ കോൺഫിഡൻസും അതൊക്കെ തരും. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ എക്സ്പീരിയൻസസ് ആണ്, പുതിയ ചാലഞ്ചസ് ആണ്. നമുക്ക് വയസ്സായി അല്ലെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കാതെ ചെറിയ ട്രിപ്സ് എടുക്കുക, ചെറിയ സ്റ്റെപ്സ് മുമ്പോട്ട് വയ്ക്കുക. നമുക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ ജീവിക്കുക. കഴിയുന്നതും നമുക്ക് അറിയാതെ ഹേർട്ടാവുന്ന കാര്യങ്ങളുണ്ട്, അതല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ഹേർട്ടാകാതിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. അതായത് വിവേകമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കും അറിയാവുന്ന കാര്യങ്ങൾ അയാളോട് ചോദിക്കാതെ ഇരിക്കുക, അയാളോട് പറയാതിരിക്കുക. അതാണ് ഏറ്റവും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ തോട്ട് ഫോർ ദ ഡേ എന്ന് പറയുന്നത് അതായിരുന്നു ഇൻഡിവിജ്വാലിറ്റി. നിങ്ങൾ ആരാണോ അതുപോലെ ഇരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ മാറ്റാതിരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ബി ട്രൂ ടു യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്, നിങ്ങളുടെ വാല്യൂസാണ്, യുവർ എക്സ്പീരിയൻസസ് ആൻഡ് എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ. ദാറ്റ് ഈസ് യുവർ ഇൻഡിവിജ്വാലിറ്റി. ദാറ്റ് മേക്സ് യു who you are. It's all the things that make you unique and different from everyone else. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളല്ലേ? നമ്മളെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.